ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷാനൻ ഫാനിന്റെ കോഡിംഗ് മനസ്സിലാക്കി നമ്മൾ പ്രോബ്ലം ചെയ്തു. അതിൽ കണ്ടുപിടിച്ചത് ആവറേജ് കോഡ് വേർഡ് ലെന്ത്, എൻട്രോപ്പി, മാക്സിമം എൻട്രോപ്പി, എൻസ് എഫിഷ്യൻസി, റിഡൻഡൻസി കാൽക്കുലേറ്റ് ചെയ്തു. സിമിലർലി നമ്മൾ സോഴ്സ് കോഡിങ്ങിലുള്ള അടുത്തൊരു മെത്തേഡാണ് ഹഫ്മാൻ കോഡിംഗ്. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമിലർലി ടു ഷാനോൻ ഫാനൻ നമ്മൾ പ്രോബിലിറ്റീസിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് എഴുതുന്നത്. സോ ഹിയർ ഓൾസോ ഐ എം ടേക്കിംഗ് എ പ്രോബിലിറ്റി വിച്ച് ഇസ് നോട്ട് ഈക്വലി ഡിവിസിബിൾ ആയിട്ട്. ഇത്ര ഓക്കെ ആണോ? ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, അത് അടുത്ത വരും ക്ലാസ്സിൽ പറയാം. പക്ഷെ ഇത് കറക്റ്റ് ഡിവിസിബിൾ ആണ്. രണ്ടും ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ബൈനറി ആണെങ്കിൽ ആറിന്റെ വാല്യൂ എത്രയാണ് ഇൻ റിലേറ്റഡ് ടു ക്രാഫ്റ്റ് ഇൻഇക്വാലിറ്റി? ആ ആറ് 2 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ബേസ് ആണോ നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നത്, പ്രോബിലിറ്റി എടുത്തിരിക്കുന്നത്, ആ റെസ്പെക്ട് ടു ദാറ്റ് ഓഫ് ആറ് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് റൈറ്റ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് പ്രോബിലിറ്റീസ്. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആറിന്റെ വാല്യൂ 2 ആയതുകൊണ്ട് നമ്മൾ ഈ രണ്ടെണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഈ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തിട്ട് വാല്യൂ ആഡ് ചെയ്യുക. എന്താണ് വാല്യൂ? രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.2 കിട്ടും. അപ്പൊ 0.2 ഓൾറെഡി ഇവിടെ 0.2 കിടപ്പുണ്ടല്ലേ. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂ കൂടുതലാണെങ്കിൽ മേളിൽ എഴുതുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് താഴെ എഴുതുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഇല്ലേ? എന്ത് മുകളിൽ എഴുതാൻ സാർ? അതായത് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.2 കിട്ടും അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയതുപോലെ തന്നെ 0.4 ഇവിടെ എഴുതി. പിന്നെ ബാക്കിയുള്ളത് 0.2 ഉണ്ട്, 0.2 ഉണ്ട്. അപ്പൊ ഞാൻ അത് തന്നെ വീണ്ടും എഴുതുമെന്ന് വിചാരിക്കാം, നിങ്ങളെ സിംപ്ലിസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി. പല രീതിയിലും ചെയ്യാം. ഇത് ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 0.2 അല്ലേ. ആ 0.2 ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ടോട്ടൽ 3 0.2 ആയില്ലേ. അപ്പൊ ആ 0.2 വേണമെങ്കിൽ നമുക്ക് മേളിൽ എഴുതാം, താഴെ എഴുതാം. ശരിയല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ ഇത് കൂട്ടുന്ന വാല്യൂ ഞാൻ ഇവിടെ എഴുതുമെന്ന് വിചാരിക്കാം, 0.2. ക്ലിയർ ആയോ? ഇവിടുത്തെ 0.2 ഞാൻ ഇവിടെ എഴുതുന്നു 0.2. ഇവിടുത്തെ 0.2 ഞാൻ ഇവിടെ എഴുതുന്നു 0.2. അത് ഞാൻ ക്ലാസ് ഇത് എടുത്തതിന് ശേഷം ഞാൻ അത് ആ ഡീറ്റെയിൽസും പറയാം, കാരണം അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്റ്റെപ്പ് ആണ്. ഇപ്പൊ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിയ വാല്യൂ 0.2 ആണ്, പക്ഷെ ഓൾറെഡി 2 0.2 ഉണ്ട്. പക്ഷെ അതിൽ എഴുതുന്ന ഓർഡർ നമുക്ക് വേണമെങ്കിൽ എഴുതാം, മേളിൽ എഴുതാം, വേണമെങ്കിൽ താഴെ എഴുതാം. ഇപ്പൊ ഞാൻ എടുത്ത മെത്തേഡ് എന്താണ്? മേളിൽ എടുത്ത് എഴുതി. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 0.2 ഇവിടെ എഴുതാം, ഈ 0.2 ഇവിടെ എഴുതാം, എന്നിട്ട് ഈ കൂട്ടിയ 0.2 ഏറ്റവും താഴെ എഴുതാം. അതും വേറെ മെത്തേഡ്. എന്നാലും ഈ മെത്തേഡ് വെച്ചിട്ട് ഞാൻ പറയാം. ഇത് ഫസ്റ്റ് നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞു. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ ആണോ? ഇത് ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോ എഴുതിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിൽ എഴുതുന്നതാണല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ എടുത്തിട്ട് ഞാൻ മേളിൽ എഴുതി ഇവിടെ 0.4. ഇതിനെ ഞാൻ എന്ത് ചെയ്ത് താഴെ എഴുതി 0.4. ഇതിനെന്ത് എഴുതി താഴെ എഴുതി 0.2. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാൻ എടുത്ത മെത്തേഡ് താഴെ എഴുതുന്നത് ഈക്വൽ ആണെങ്കിൽ ഏറ്റവും മേളിലാണ് എഴുതുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ കൂട്ടിയപ്പോൾ എനിക്ക് 0.4 വന്ന്. ഓൾറെഡി ഒരു 0.4 ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് മേളിൽ എഴുതുന്നുണ്ട്. ഇത് മേളിൽ എഴുതി, ഇത് താഴെ കൊണ്ടുവന്നു. ക്ലിയർ ആയോ? ഇനി ഞാൻ ചെയ്യുന്നത് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. എത്രയാ? 0.6 അല്ലേ. 0.6. ഇതെവിടെ എഴുതി 0.4. ഇത്ര എഴുതിയത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ഇനി ചെയ്യാൻ പോണത്, ഇതിനെ രണ്ടും എനിക്കിപ്പം രണ്ടെണ്ണമായിട്ട് ഞാൻ ഗ്രൂപ്പ് ചെയ്തു. അതുകൊണ്ട് ഞാൻ മേളിൽ തന്നെ ഞാൻ 0 എന്ന് പറയുന്നു, താഴത്തേനെ ഞാൻ 1 എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഇത് ഞാൻ കോഡ് വേർഡ് അസൈൻ ചെയ്യുവാണേ. മേളത്തിന് 0 കൊടുക്കുന്നു, താഴത്തേന് 0.1 കൊടുക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ 1 എന്ന് അസൈൻ ചെയ്യുന്നത് ഈ 0.4 ആണ്. 0.6 എന്ന് പറയുന്നത് 0 ആണ് അസൈൻ ചെയ്തത്. അപ്പൊ 0.6 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുമ്പോഴല്ലേ 0.6 വരുന്നത്. ഇത് രണ്ടും 0.4ഉം
0.2 കൂട്ടുമ്പോഴാണ് എനിക്ക് 0.6 വരുന്നത്. അതിന്റെ കോഡ് വേർഡ് ഞാൻ അസൈൻ ചെയ്തത് 0 ആണ്. ഇത് ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? ആ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് 2 ഗ്രൂപ്പ് ചെയ്ത് വന്നതിന് ആദ്യത്തേന് 0 കൊടുത്തു, രണ്ടാമത്തേന് 1 കൊടുത്തു. അതേപോലെയുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ ഇതും. ആദ്യത്തേന് ഇവിടെ ആ ഒരു ഗ്രൂപ്പ് 2 ചെയ്തു. അത് ആദ്യത്തേത് വേണമെങ്കിൽ 0 കൊടുക്കാം, രണ്ടാമത്തെ എനിക്ക് 1 കൊടുക്കാം. അങ്ങനെ ചെയ്യാമോ ഇല്ലേ? ലോജിക് അപ്ലൈ ചെയ്യുന്നു ഇവിടെ കൊടുത്ത പോലെ. അവസാനം വന്ന 2 ഗ്രൂപ്പ് ഇവിടെ 2 ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ഈ 2 ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ആദ്യത്തെ വന്ന വാല്യൂവിനെ ഞാൻ 0 കൊടുക്കുന്നു, രണ്ടാമത്തെ വന്ന വാല്യൂവിന് ഞാൻ 1 കൊടുക്കുന്നു. ഇത് ക്ലിയർ ആയോ എഴുതിയിരിക്കുന്നത്? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുന്നത് ഞാൻ വേറെ കളറിൽ എഴുതാം. അതായത് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല. ഇങ്ങനെ ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. ഇതിന് ഞാൻ എന്ത് കൊടുത്തു? 0 എന്ന് കൊടുത്തു. ഇതിന് ഞാൻ 1 എന്ന് കൊടുത്തു. അതേപോലെ ഈ 2 ഗ്രൂപ്പിന് ആദ്യത്തിന് ഞാൻ എന്ത് കൊടുത്തു? 0 കൊടുത്തു, രണ്ടാമത്തേന് 1 കൊടുത്തു. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതേപോലെ ഇവിടെ ആദ്യത്തേന് ഞാൻ ഇവിടെ 0 കൊടുത്തു, രണ്ടാമത്തേന് ഞാൻ 1 കൊടുത്തു. അതേപോലെ ഇവിടെ തന്നെ ആദ്യത്തേന് ഞാൻ ഇവിടെ 0 കൊടുത്തു, രണ്ടാമത്തേന് 1 കൊടുത്തു. ഓരോന്നിങ്ങനെ എഴുതി പോകുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി 0.4, 0.2 അതിന്റെ കോഡ് വേർഡ് നമ്മൾ എഴുതണമെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഇത്ര എഴുതി. പക്ഷെ ഈ 0.6 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്ത വാല്യൂ എന്താണ്? 0 അല്ലേ? ആണോ? അപ്പം അതിന് നമ്മൾ 0 ആയതുകൊണ്ട് നമ്മൾ ഈ 2 വാല്യൂ എഴുതണമെങ്കിൽ ശരിക്കും 0.4നെ നമ്മൾ 0 എന്ന് പറയാം, 0.2ന് 0.1 എന്ന് പറയാം. ഈ 0 എന്ന് പറഞ്ഞാൽ ഈ 6ന്റെ 0 ആണ്. മനസ്സിലായോ? നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വിട്ടേക്കാം. അവസാനം അതൊരു എളുപ്പ മെത്തേഡാണ്, അത് ഞാൻ അവസാനം പറയാം. സപ്പോസ് എനിക്ക് ഈ 0.4ന്റെ കോഡ് വേർഡ് എനിക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0.4 തന്നെയാണ് ഈ 0.4, ഈ 0.4 തന്നെയാണ് ഈ 0.4. ഈ 0.4 6ൽ വന്നിരിക്കുന്നു. സോ ഈ 0.4ന്റെ കോഡ് വേർഡ് എന്ന് പറയുന്നത് 00 ആണ്. ഇത് എഴുതിയത് ക്ലിയർ ആയോ? നമ്മൾ പണ്ട് BSPയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഹലോ? അപ്പൊ 00 ആണ്. അപ്പൊ ശരിക്കും ആ 00 എന്ന് പറയുന്ന ആദ്യത്തെ 0.6ന്റെയും രണ്ടാമത്തെ 0.4ന്റെയാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഈ 0.6ന്റെ ആ 0 ഞാൻ ഫ്രണ്ടിൽ എഴുതി രണ്ടെണ്ണത്തിൽ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ സിമിലർലി അതേപോലെ ഈ 0.4 ചേരുന്നത് ഈ രണ്ടും 0.2 വെച്ചാണ്. പക്ഷെ 0.4ന്റെ കോഡ് വേർഡ് ഞാൻ ഇവിടെ അസൈൻ ചെയ്തത് 1 ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ മേളിൽ ഞാൻ ഇവിടെ ഒരു 1 ചേർക്കുന്നു. ഓക്കെ ആണോ? കാരണം 1 0 ഇവിടെ 1 എന്നല്ലേ ഈ വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ അത് എഴുതുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഇത് നോക്കി എഴുതിയാൽ മതി. എന്താണ് ഇതിന്റെ കോഡ് വേർഡ്? 10ഉം 11ഉം ആണ്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? 1 ഇവിടെ ഞാൻ കൊടുത്തത് 1 ഇവിടെ എഴുതും. അപ്പൊ അതിന് പകരം എളുപ്പത്തിൽ ഞാൻ ഇവിടെയും കൂടെ വാല്യൂ കൊടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇത് ആദ്യം ഡിവൈഡ് എന്താണ്? 0 0 1 0 1 വെച്ച് ഡിവൈഡ്. സിമിലർലി ഈ 0.02ന്റെ വാല്യൂ ഇപ്പൊ കിട്ടിയിരിക്കും. എന്താണ്? 0.1 അല്ലേ? ഈ വാല്യൂ ഇവിടെ 0.1 അല്ലേ? 0.1 ആണ് എനിക്ക് മേളിൽ കിട്ടിയ വാല്യൂ. ഇവിടെ ഞാൻ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 0ഉം 1 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ വാല്യൂ എന്താണ്? 0.1 ആണ്. സോ ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? 0.1 എന്ന് കൊടുക്കാം. 0.1 എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ? ഇത് എളുപ്പത്തിൽ എഴുതുന്ന ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പാത്ത് റീട്രേസ് ചെയ്ത് എഴുതണം. അത് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ എളുപ്പത്തിൽ കുറയ്ക്കും. അപ്പൊ നമുക്ക് കോഡ് വേർഡ് എല്ലാം കിട്ടി. S0ന്റെ കോഡ് വേർഡ് എന്താണ്? 00. S1ന്റെ എന്താണ്? 10. S2ന്റെ എന്താണ്? 11. S3ന്റെ എന്താണ്? 010. S4 എന്താണ്? 011.
അത് നമുക്ക് വേണമെങ്കിൽ വൃത്തിയിട്ട് ഇവിടെ എഴുതാം. 01, S2, S2, S3, S4. കോഡ് വേർഡ് ഇത് പ്രോബിലിറ്റി ആണ് എഴുതുന്നത്. അടുത്തത് 0.4, 0.2, 0.1, 0.2, 0.1, 0.1. ഇത് പ്രോബിലിറ്റി ആണ്. കോഡ് വേർഡ് എന്ന് പറയുന്നത് എല്ലായിട്ടും ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 00, 10, 11, 010, 011. LK ആവറേജ് കോഡ് വേർഡ് ലെന്തിന്റെ ലെന്ത് എത്രയാണ്? 2, 2, 2, 3, 3. ഇത്രയും ഒരു ടേബിൾ എഴുതാമെങ്കിൽ നിങ്ങൾക്ക് L ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും, H ഓഫ് S കണ്ടുപിടിക്കാൻ പറ്റും, H മാക്സ് കണ്ടുപിടിക്കാൻ പറ്റും, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, റിഡൻഡൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തൂടെ? ഇത്രയും ചെയ്തൂടെ? സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? നേരത്തെ വന്നതുപോലെ തന്നെ സെയിം ആണ്, പക്ഷെ നമ്മൾ അതിനെ വേറെ രീതിയിൽ കണ്ടുപിടിച്ചു. ഇതാണ് ഹഫ്മാൻ ഗോൾ. ക്ലിയർ ആയല്ലോ?